എറണാകുളം അയ്യമ്പള്ളിയിലാണ് റോഡിൽ മണ്ണിട്ടതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിനിടെ യുവതിയെ അയൽവാസി ആക്രമിച്ചത്. വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്ന രീതിയിൽ മണ്ണിട്ടത് ചോദ്യം ചെയ്തതിനാണ് ആക്രമണം. ഇരുമ്പ് ചൂൽ കൊണ്ട് അയൽവാസി കഴുത്തിൽ കുത്തിയെന്ന് പരാതിക്കാരി ശ്രീജ കളപ്പുരയ്ക്കൽ പറയുന്നു. അയൽവാസിയായ സണ്ണി നിരന്തരം ശല്യം ചെയ്യാറുണ്ടായിരുന്നുവെന്നും ശ്രീജ പറയുകയാണ്. അയാളുടെ ആ ഒരു ഐഡന്റിറ്റി പുറത്തു വരുന്നു ഭയന്നിട്ട് തന്നെയാണ് അയാൾ എന്നെ തിരിച്ചാക്രമിച്ചത്. ഞാൻ മറ്റൊന്നും വേറെ പറയരുതെന്നുള്ള ഇൻറ്റൻഷനോടുകൂടി കൊലപ്പെടുത്താൻ തന്നെയാണ് അയാൾ ആദ്യം കുത്തി. ഞാൻ വീണ് കഴിഞ്ഞിട്ട് വീണ്ടും കുത്തിയപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തേന് ഫോൺ തെറിച്ചു പോയി. പിന്നെ രണ്ടാമത് എൻ്റെ ഫേസിന് നേരെയാണ് വരുന്നത് കണ്ടപ്പോൾ ഞാൻ തിരിഞ്ഞുപോയി. ശരിക്കും അതെന്നെ കുത്തിയാൽ ഞാൻ മരിച്ചു പോയി. ഞാനിപ്പോൾ ഇന്നത് പറയാൻ ഇവിടെ ഉണ്ടാവില്ല. അയാൾ എന്നെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടാണ് ആക്രമിച്ചിട്ടുള്ളത്. പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടെ കയറി വരും. അങ്ങനെ പല രീതിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. പരമാവധി ഞാൻ അയാൾ വരുമ്പോൾ ഞാനിവിടെ നിൽക്കും, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോവില്ല. പക്ഷെ അങ്ങനെയൊക്കെ വല്ലാണ്ട് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്തു. ഈ രീതിയിൽ ഇനി പെരുമാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ശല്യം ചെയ്യണതിന് ബുദ്ധിമുട്ടാണ്. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് തന്നെ സ്ട്രിക്റ്റായിട്ട് തന്നെ മാറ്റി. അതിൻ്റെ ഒരു വൈരാഗ്യം അയാൾക്ക് എന്നോടുണ്ട്. യുവതിയെ ആക്രമിച്ച അയൽവാസി സണ്ണി പിടിയിലായിട്ടുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിനപ്പോൾ ഇയാൾ കൊല്ലാൻ തന്നെയായിരുന്നു ഇയാളുടെ ഉദ്ദേശം? കാരണം ഇത്ര മൂർച്ചയേറിയ ആയുധം കൊണ്ട് കഴുത്തിന് നേരെയായിരുന്നു ആക്രമണം. താൻ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്നു എന്ന് പറയുകയാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കുന്ന കാര്യത്തിൽ അല്പം ഉഴപ്പ് കാണിച്ചു എന്ന് കേൾക്കുന്നു. അതിൻ്റെ ഒരു വസ്തുത എന്താണ്? അതോടൊപ്പം ഈ സണ്ണിയും പിടിയിലായിട്ടുണ്ട്, ഈ ശ്രീജയുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഇവരെന്താണ് പോലീസിനോട് പറഞ്ഞത്? അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ സ്ഥിരമായി വീട്ടിൽ പോയി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പോലും പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലേ ശ്രീജയെ? ഷിഹാസ്, എറണാകുളം അയ്യമ്പള്ളിയിലാണ് ഈ ക്രൂരമായ സംഭവം നടക്കുന്നത്. റോഡിൽ മണ്ണിട്ടതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനിടെ അയൽവാസിയായ യുവാവ് യുവതിയെ ഇരുമ്പ് ചൂലുകൊണ്ട് കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ശ്രീജ കളപ്പുരയ്ക്കൽ എന്ന യുവതിക്കാണ് പരിക്കേറ്റത്. സമീപവാസിയായ അയ്യമ്പള്ളി സ്വദേശിയായ സണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് സണ്ണി ശ്രീജയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സണ്ണി ശ്രീജയ്ക്ക് നിരന്തരമായി വാട്സപ്പിലും മെസ്സേജ് അയക്കുകയും രാത്രികാലങ്ങളിൽ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇത് പിന്നീട് ശ്രീജ ഇതിനെ ചോദ്യം ചെയ്യുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. പിന്നീട് ഇയാൾ ഇതിന് പ്രതികാരം എന്നോണം പലതവണ ശ്രീജയെ ഉപദ്രവിച്ചിരുന്നു. പല രീതിയിൽ ഇയാൾ പ്രതികാരം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഈ ശ്രീജയുടെ വീടിന് മുൻപിലുള്ള റോഡിൽ ഇയാൾ മണ്ണ് നിക്ഷേപിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഇവരുടെ വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് അത് മാറിപ്പോയി എന്ന് ശ്രീജ ആരോപിക്കുന്നു. തുടർന്ന് ഇവർ തമ്മിൽ വലിയ തോതിലുള്ള വാക്കുതർക്കമുണ്ടാകുന്നു. ആ വാക്കുതർക്കത്തിനിടെ ഈ കൗൺസിലർ അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നു. സമീപവാസികളായ പ്രദേശവാസികളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നു. ഇതിനിടയിൽ ശ്രീജ മുൻപ് ഇയാൾ തന്നെ ഇങ്ങനെ വാട്സപ്പിൽ മറ്റും മെസ്സേജ് അയച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന കാര്യം ശ്രീജ ഇയാളോട് പറയുന്നു. ഒപ്പം തന്നെ ശ്രീജ ഇത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ കുറിച്ച് ഇത്തരത്തിൽ ശ്രീജ പറഞ്ഞപ്പോൾ സണ്ണി പ്രകോപിതനാവുകയും കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ചൂൽ ഉപയോഗിച്ച് ശ്രീജയ്ക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ക്രൂരമായി ശ്രീജയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഴുത്തിനാണ് കുത്തേറ്റത്. പക്ഷേ പോലീസ് ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നാണ് ശ്രീജ ആരോപിക്കുന്നത്. ഏതായാലും നിലവിൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഷിഹാസ്.